സുബ്ഹാനല്ലാഹ്. എത്രയോ ആളുകൾ ഒരു കാരണവുമില്ലാതെ, ഒരു ആവശ്യവുമില്ലാതെ രാത്രി 12 മണിയും 1 മണിയും 2 മണിയും വരെ അനാവശ്യമായി എന്തെങ്കിലും സംസാരിച്ചിരുന്ന് രാത്രി ഉറക്കൊഴിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ, അതേ യൂട്യൂബുകളിലൂടെയും വാട്സപ്പിലൂടെയും ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങളിലൂടെ, അത് എന്തു തന്നെയാണെങ്കിലും ശരി, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രായമുള്ള ഉപ്പമാരെ, ആരും ഇതിൽ നിന്ന് പുറത്തല്ല. ഇത് ഞാൻ പറയുമ്പോൾ പ്രായമുള്ളവർ ചെറുപ്പക്കാരെ നോക്കേണ്ടതില്ല, ചെറുപ്പക്കാർ അതിനേക്കാളും പ്രായം കുറഞ്ഞവരെ ചിന്തിക്കേണ്ടതില്ല. ഞാൻ എല്ലാവരോടും അടിവരയിട്ട് പറയട്ടെ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായി ഉറക്കൊഴിക്കൽ കടുത്ത തെറ്റാണ്. പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് മുത്തുനബിയുടെ മാതൃകയാണെന്ന്? ഒരിക്കലും അത് മുത്തുനബിയുടെ മാതൃകയല്ല. സ്വഹാബാക്കളുടെ ചര്യയും അതല്ല. പിന്നെന്താ അവരുടെയൊക്കെ ചര്യ? രാത്രി ഇശാ ജമാഅത്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുക, അതിൻ്റെ മുമ്പ് കഴിക്കുന്നവരാണെങ്കിൽ മുമ്പ് കഴിക്കുക. ഏതായാലും ശരി, ആവശ്യമുള്ളത് എന്തുണ്ടോ അത് ചെയ്യാം, അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം. ശേഷം അനാവശ്യമായ സംസാരങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കൽ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ഇസ്ലാം അനുവദിക്കുന്ന ഒരു സംസാരമുണ്ട്, ഇസ്ലാം അനുവദിക്കുന്ന തമാശ പറയാനുള്ള ഒരു അനുവാദമുണ്ട്. അതാരോടാണെന്നറിയുമോ? ഓരോരുത്തരുടെ വീട്ടിലും അവരവരെ കാത്തിരിക്കുന്ന പ്രിയതമയുണ്ടല്ലോ, അവരുടെ പ്രിയപ്പെട്ട പൊന്നുമോള് പത്നിയുണ്ടല്ലോ, അവരുമായി സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്, വൈകുന്നേരമോ മഗ്രിബിനോ ഇശായിനോ കടന്നു വരുന്ന ആളുകള്, സുബ്ഹാനല്ലാഹ്, അവരോടൊരു സംസാരത്തിന് വേണ്ടി സമയം ചെലവഴിക്കാത്തവരുണ്ട്. അങ്ങനെ സമയം ചെലവഴിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. മറിച്ച് സ്വന്തം ഭാര്യയോട് പറയേണ്ടതെല്ലാം പറയണോ, സംസാരിക്കേണ്ടത് സംസാരിക്കണം, അവളുടെ സന്തോഷത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയം ചെലവഴിക്കണം. അങ്ങനെ ആ ഒരു മുത്തുനബിയുടെ മാതൃകയാണത്. അതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. രാത്രി അനാവശ്യമായി സമയം ചെലവഴിക്കുക, ഉറക്കൊഴിക്കുക, എന്നിട്ട് സുബഹിക്ക് എണീക്കുന്നില്ല, പള്ളിയിൽ ജമാഅത്തിന് ആളുകളില്ല. എന്തൊരു വേദനാജനകമാണ്. തഹജ്ജുദ് നിസ്കരിക്കാനല്ല ഞാൻ പറയുന്നത്, പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്താ? പലപ്പോഴും രാത്രി കിടക്കാൻ നേരം വൈകിയത് കൊണ്ടല്ലേ? ഓ, ആരും ചിന്തിക്കേണ്ടതില്ല. ഈ ഉസ്താദിന് ഇന്നത്തെ മദ്ഹുർ റസൂൽ പ്രഭാഷണം ഏൽപ്പിച്ച് നമ്മൾ കുടുങ്ങിപ്പോയല്ലോ. ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല, വളരെ വേദനയോടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നവരല്ലേ നമ്മൾ, അവിടുത്തെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ, അവിടുത്തെ മാതൃക പിൻപറ്റി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ, അവിടുത്തെ വല്ലാതെ സ്നേഹിക്കുന്നവൻ ഉണ്ടെന്ന് പറയുന്നവരല്ലേ നമ്മൾ. മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്ത് മുറുകെ പിടിച്ചവൻ ആരോ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ, അവനാണ് യഥാർത്ഥ മുഹിബ്ബ്, അവനാണ് യഥാർത്ഥ മുഹിബ്ബ്, എന്നെ സ്നേഹിക്കുന്നവൻ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളില്, നമ്മളെ ഇടപെടലുകളില്, നമ്മുടെ സംസാരങ്ങളില്, എല്ലാ സ്ഥലങ്ങളിലും മുത്തുനബിയുടെ സുന്നത്ത് മുറുകെ പിടിക്കലാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമെന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ചില ആളുകളുണ്ട്, കയ്യിൽ നല്ല കൗണ്ടർ ഉണ്ടാവും, എപ്പോഴും സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്നാണ് കണ്ടാൽ തോന്നുക. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എന്നാൽ ഈ നടക്കുന്നയാളും നിസ്കാരത്തിന്റെ കാര്യം ചോദിച്ചു നോക്കുമ്പോൾ നിസ്കാരം ഖളാ ആണ്. നിസ്കാരം ഖളാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്?
അള്ളാഹുവിൻ്റെ റസൂൽ നിർബന്ധമാക്കിയ കാര്യം മാറ്റിവെച്ചിട്ട് സുന്നത്ത് സ്വലാത്ത് ഇങ്ങനെ കൂടുതൽ ചൊല്ലുകയാണ്. സ്വലാത്ത് ചൊല്ലണം, പക്ഷേ ഈ സ്വലാത്ത് കൊണ്ട് മുത്തുനബിയിലേക്ക് അടുക്കണമെങ്കിൽ അതിൽ ആ മുത്തുനബിയിലേക്ക് അടുക്കുന്നതിന് നമ്മളെ അകറ്റി കൊണ്ടുപോകുന്ന ചില തെറ്റുകൾ നമ്മൾ അടുക്കൽ വരികയാണ്. അതിൽപ്പെട്ടതാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ടത്. മറ്റൊന്ന് നമ്മുടെ ഔറത്ത്. ഓ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരിമാരെ, ഔറത്ത് മറക്കൽ അത് ഓരോ മുഅ്മിനായ മനുഷ്യനും നിർബന്ധമാണ്. പ്രായപൂർത്തിയായതിനു ശേഷം ഔറത്ത് മറക്കാതെ നടക്കുന്നവർ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാവേണ്ടി വരും. ഒരാൾക്കും അറിയാത്തതില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം എല്ലാ അർത്ഥത്തിലും ഇൽമ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ അറിവ് ലഭിക്കുന്നുണ്ട്. യൂട്യൂബിലൂടെ മുഴു സമയത്തും ലൈവായിട്ട് വയലുകളും ക്ലാസ്സുകളും ദിക്റുകളും പലതരം നിലാവുകളും എന്തെല്ലാമാണ് യൂട്യൂബുകളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാണ്, പക്ഷേ എല്ലാ അറിവുകളും കിട്ടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ നിർബന്ധമായി എടുക്കേണ്ടത് പലതും അവർ ഒഴിവാക്കുകയാണ്. ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. അതിൽപ്പെട്ടതാണ് ഔറത്ത് മറക്കുന്ന കാര്യം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഔറത്തുണ്ട്. അത് കാണിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അവരുടെ മുന്നിലുള്ള പ്രദർശനം അത് ഹറാമാണ്. ഞാൻ ഓരോന്നെടുത്തു പറയുന്നില്ല. പ്രദർശനം അത് ഹറാമാണ്. അത് ഏത് പച്ചക്കറി വണ്ടി വരുമ്പോഴാണെങ്കിലും ശരി, അതല്ല ചെരുപ്പിൻ്റെ വണ്ടി വരുമ്പോഴാണെങ്കിലും ശരി, മാംസത്തിൻ്റെയോ മീനുകളുടെയോ വണ്ടി വരുമ്പോഴാണെങ്കിലും ശരി, നല്ല വില കുറച്ച് കൊടുക്കുന്ന ഗുഡ്സോ അതല്ലെങ്കിൽ മറ്റു ലോറികളോ വരുമ്പോഴാണെങ്കിലും ശരി, വീടിൻ്റെ ഉള്ളിൽ നിന്ന് പെണ്ണുങ്ങൾ പുറത്തേക്ക് ഓടിച്ചെല്ലുമ്പോ ഔറത്ത് മറക്കാതെ അന്യരുടെ മുന്നിലുള്ള പ്രദർശനമുണ്ടോ, അത് ഹറാമാണെന്ന് ഞാനിപ്പോൾ മൊത്തത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രായമുള്ള ഉപ്പമാരെ, നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലമല്ലേ ഔറത്തായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ. മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. എന്നിട്ടും എന്തേ നമുക്കത് മറക്കാൻ കഴിയുന്നില്ല? സുബ്ഹാനല്ലാഹ്, മുട്ടിൻ്റെ മുകളിലാണ് പലപ്പോഴും നമ്മൾ മടക്കി കുത്തി നടക്കുന്നത്. അത് മറ്റുള്ളവർ കാണുന്നത് ഹറാമല്ലേ? നമ്മൾ 5 വഖത്ത് നിസ്കാരത്തിന് ജമാഅത്തിന് മുന്നിലുണ്ട്. പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഔറത്തും തുറന്നു നടന്നാൽ ആ ജമാഅത്തിന്റെ പ്രതിഫലം കാണുമോ? സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ കാണാം, അവർ മുണ്ട് മുറുക്കി എടുക്കാൻ വേണ്ടി അവരുടെ കുപ്പായം ഇങ്ങ് പൊന്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് അവർ എവിടെയാ മുണ്ടെടുക്കുന്നത്? അവരുടെ പൊക്കിളിന്റെ താഴെയാ മുണ്ടെടുക്കുന്നത്. അവിടെ മുണ്ടെടുത്താൽ ഔറത്ത് മറയുമോ? മറ്റൊന്ന്, അവർ ഈ കുപ്പായം പൊന്തിക്കുന്ന സമയത്ത് മുന്നിലുള്ള ആളുകൾ കാണുന്നതിന് കുഴപ്പവുമില്ല. അവരുടെ ചിന്ത എന്താണ്? നമ്മൾ ആണുങ്ങളല്ലേ, നമ്മൾ ആണുങ്ങളാവുമ്പോൾ എന്താ കാണുന്നതിന് കുഴപ്പം? പോരാ, ഒരിക്കലും അത് പോരാ. പരിശുദ്ധ ഇസ്ലാം ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഔറത്ത് കാണിക്കാൻ പാടില്ലാത്തിടത്ത് അത് കാണിക്കാൻ പാടില്ല. അത് അനുസരിക്കുന്നവരാരോ അവരാണ് മുത്തുനബിയെ സ്നേഹിക്കുന്നവർ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഓരോന്ന് എടുത്തു പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെപ്പോഴും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാവണം. എല്ലാ ദിവസവും ഖുർആൻ എടുത്ത് ഒരല്പമെങ്കിലും ഓതുന്നവരാവണം. ഇതെന്താ, മുത്തുനബിയുടെ മദ്ഹാണോ? അതേ, പരിശുദ്ധ ഖുർആൻ മുഴുവനും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹാണ്. അത് പാരായണം ചെയ്യൽ മുത്തുനബിയുടെ സുന്നത്താണ്. ഉസ്താദ് ഇങ്ങനൊരു വിഷയം പറയുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവൂല. എനിക്കറിയാം. എൻ്റെ പ്രായമുള്ള ഉപ്പമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഒരു 10-15 കൊല്ലം മുമ്പ് വരെ നമ്മുടെയൊക്കെ വീടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ, അതേ വീടിൻ്റെ മുറ്റത്തേക്കെങ്ങാനും നമ്മൾ ചെന്ന് നോക്കിയാൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം കേൾക്കാറുണ്ട്. തബാറക്ക സൂറത്ത് കേട്ടിരുന്നില്ലേ? വാഖിയ സൂറത്ത് കേട്ടിരുന്നില്ലേ? അതേ മുഹൈദ്ദീൻ മാല, അല്ലാ തീരു പേരു തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. എന്ത്
എന്തൊരു മധുര മനോഹരമായ കാലമായിരുന്നു. എന്തൊരു ഈമാനും തഖ്വയുമുള്ള ഉമ്മമാര്, എന്തൊരു ഈമാനിന്റെ കട്ടിയുള്ള ഉപ്പമാരായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതേ നഫീസത്ത് മാല ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിയും മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലും മുഹൈമിനുൻ മുബല്ലിഗുൻ സഅദുല്ലാഹ്. എന്തൊരു ഈണത്തോടെ, എന്തൊരു ഭംഗിയോടെ പഴയകാലത്ത് ഉമ്മമാര് വീടിൻ്റെ അകത്തളത്തിരുന്ന് ചൊല്ലിയിരുന്നില്ലേ. ഇന്ന് എത്ര ആളുകൾക്ക് മുഹൈദ്ദീൻ മാല അറിയും, എത്ര ആളുകൾക്ക് നഫീസത്ത് മാല അറിയും, എത്ര ആളുകൾക്ക് അതേ പരിശുദ്ധ ഖുർആൻ തെറ്റില്ലാതെ ഓതാൻ അറിയും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള മാതൃകകളെല്ലാം നമ്മിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ പുതിയത് കടന്നു വരികയാണ്. ഞാനൊന്നും ഉദാഹരണം പറയുന്നില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കലാണ് നമുക്ക് ആവശ്യം. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. അതേ സമുദായം വളരെ ഫസാദിലാകുന്ന ഒരു കാലം വരാനുണ്ട്. ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ കാലമുണ്ട്. നോക്ക് നിങ്ങൾ, ഇനി നമ്മൾ മറ്റൊരു കാലം കാത്തിരിക്കേണ്ടതില്ല. ഇതിനേക്കാളും അപ്പുറം ഇനി എന്തു പറയാനാണ്? ഒരു 100 കൊല്ലം മുമ്പ് ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും ഈ കാലഘട്ടത്തിലൊന്ന് എണീറ്റ് വന്ന് നോക്കണം. എന്നാൽ അറിയാം, വലിയ മാറ്റത്തിന്റെ കൊടും കാറ്റ് വീശിയത് എത്രത്തോളം ഉണ്ടെന്ന്. അവരെങ്ങാനും എണീറ്റ് വന്നാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. നമുക്കത് പലപ്പോഴും തിരിയൂല. എന്നാൽ ഒരു 70, 80, 100 വയസ്സുള്ള ആളുകളോട് ചോദിച്ചാൽ ഈ ഒരു കാലത്തിന്റെ ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്, ഈമാനും തഖ്വയും കുറഞ്ഞു പോയത് എത്രയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. വല്ലാത്ത സങ്കടം തന്നെയാണ്. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഖുർആൻ പാരായണം വിട്ടുപോയി. നമ്മുടെ വീടുകളിൽ നിന്ന് മൗലിദുകളും മദ്ഹകളും ഇങ്ങനെ അകന്നു പോവുകയാണ്. പക്ഷേ അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ നാടിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മങ്കൂസ് മൗലിദ്. മാഷാ അല്ലാഹ്. കഴിഞ്ഞൊരു 2 ദിവസം മുമ്പ് വരെ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഒരാളോട് ഇത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്ത് വിഷയങ്ങൾ വന്നാലും മങ്കൂസ് മൗലിദ് അത് വല്ലാത്ത ഒരു ബറക്കത്തുള്ള കാര്യം തന്നെയാണ്. ആ ഒരു മാതൃക ആരാണോ ഇവിടെ നിലനിർത്തിയത് അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ഒരു മങ്കൂസ് മൗലിദിന്റെ പവർ കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാടിന് അല്ലാഹു തആല ഇത്രയും നല്ല ഐശ്വര്യവും സന്തോഷവും അഭിമാനവും അല്ലാഹു നിലനിർത്തി തന്നത് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊരു സാധാരണ സംഭവമല്ല. ഞാൻ ഒരുപാട് നാടുകളിൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത് പരിചയമുണ്ട്. പല നാടുകളിലും ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് വിഷയങ്ങൾ വന്നാലും മങ്കൂസ് മൗലിദ് അത് നമ്മുടെ ഒരു മുദ്രാവാക്യമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. നിർബന്ധമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഹറാമായത് പരമാവധി അത് വെടിയണം. അത് ഹറാമാണെന്നൊരു ബോധം നമുക്ക് വേണം. സുബ്ഹാനല്ലാഹ്. അനാവശ്യമായി മൊബൈലിലൂടെ ഹറാമുകൾ കാണുന്നവർക്ക് ഹബീബിലേക്ക് അടുക്കാൻ കഴിയില്ല. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഒരു സൂക്ഷ്മത വേണം. അത് എനിക്ക് വേണം. നമുക്ക് ഓരോരുത്തർക്കും രഹസ്യ ജീവിതം വളരെ സൂക്ഷ്മതയുള്ളതാവണം. അതല്ലാതെ പരസ്യത്തിൽ മാത്രം നമ്മളെല്ലാം തികഞ്ഞവനായി രഹസ്യത്തിൽ ഒരു സൂക്ഷ്മതയും ഇല്ലാതെ പോയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം നമുക്ക് ലഭിക്കൂല. മുത്തനബി തങ്ങളെ കാണാൻ നമുക്ക് സാധിക്കൂല. അല്ലാഹു തആല ഹബീബിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി. ആ സുന്നത്തുകളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നോ കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിച്ച് തങ്ങളെ കൂടെ സ്വർഗത്തിലെത്തുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല.
വളരെയേറെ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു ഈ ഒരു കാലഘട്ടത്തിലും അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷയം വളരെ പ്രധാനമാണ്, വളരെ വിശാലമായ വിഷയമാണ്. ഓ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ ഹബീബിന്റെ ചര്യ മുറുകെ പിടിച്ച് ജീവിക്കുന്നതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള അടുക്കാനുള്ള, തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിക്കാനുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അവിടുത്തെ മദ്ഹ് പാടല്, അവിടുത്തെ മൗലിദുകളോതല്, അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ ധാരാളം ചൊല്ലല്, മുത്തുനബിയുടെ മീലാദിന്റെ പേരിൽ ഘോഷയാത്ര നടത്തല്, അതിനുവേണ്ടി സാമ്പത്തികമായി ചെലവഴിക്കല്, അതിനുവേണ്ടി ശാരീരികമായി കഠിനാധ്വാനം ചെയ്യല്, അതേ മുത്തുനബിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കല്, ഇങ്ങനെ തുടങ്ങി അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് വെളിച്ചങ്ങൾ, വ്യത്യസ്തങ്ങളായ വെളിച്ചങ്ങളും കളർഫുള്ളാക്കല്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം മുത്തുനബിയിലേക്ക് അടുക്കാനുള്ള വ്യത്യസ്തങ്ങളായ സ്നേഹപ്രകടനങ്ങളാണ്. അപ്പൊ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഹറാമുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. ഹറാമാണെന്ന് അറിഞ്ഞാൽ പരമാവധി അതിൽ നിന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരിക. ഒന്ന്. രണ്ടാമത്തേത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുക്കാനുള്ള വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേ അറ്റം സ്നേഹിക്കുക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ പൂർണ്ണത ലഭിക്കുന്നത്. ആ സ്നേഹത്തിലൂടെയാണെന്ന ഹദീസ് ഒരുപാട് നമ്മൾ കേട്ടതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരെക്കാളും സ്നേഹിക്കുന്നുണ്ടോ? ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ശരിക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ മുത്തുനബിയോടാണോ, അതല്ല വെറും എൻ്റെ വായി കൊണ്ടുള്ള പറച്ചില് മാത്രമാണോ? വളരെ പേടിക്കപ്പെടേണ്ട ഒരു സംഗതിയാണിത്. വിശദീകരിക്കാൻ ഇവിടെ സമയമുണ്ടാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവിടത്തെ സ്നേഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടാ മനസ്സിലാക്കാം ഇദ്ദേഹം മുത്തുനബിയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് അവിടത്തെ സ്നേഹിക്കുന്നയാളാണെന്ന് മനസ്സിലാക്കാം. എന്നാലോ എല്ലാ തോന്നിവാസങ്ങളിലും ഇവനുണ്ട്, എല്ലാ വേണ്ടാത്തരങ്ങളിലും ഇവനുണ്ട്. ഇവന്റെ വായി കൊണ്ട് നല്ല വീരവാദം മുഴക്കുകയും ചെയ്യും. ഞാൻ മുത്തുനബിനെ വല്ലാതെ സ്നേഹിക്കുന്നവനാണെന്ന് പറയുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, പുറത്തിറങ്ങിയിട്ട് പീഡികത്തിണ്ണയിൽ ഇരുന്നിട്ട് അവിടെ വെച്ച് മറ്റുള്ളവരെ കുറിച്ച് ഗീബത്തും നമീമത്തും പറയുന്നതിലും അവൻ മുന്നിലുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ഇഷ്ടമില്ലാത്തത് ചർച്ച ചെയ്യുന്നിടത്തും അവന് മുന്നിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് അത് വേറെ ഒരാളോട് പറയുക എന്നത് ഹറാമല്ലേ? അൽ ഗീബത്തു അശദ്ദു മിനസ് സിന എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ? ഇങ്ങനെ എല്ലാ വേണ്ട വൃത്തികളിലും നമ്മളുണ്ട്. എന്നിട്ടും നമ്മൾ പറയും ഞാൻ നബിൻ്റെ ആളാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്. സത്യത്തിൽ സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം കൊണ്ട് ഫലം കിട്ടണമെങ്കിൽ അതിനെ നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന, മുത്തുനബി തങ്ങളിൽ നിന്നും നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന വേണ്ട വൃത്തികളിൽ നിന്ന് നമ്മളൊന്ന് മാറി നിന്നാൽ വളരെ പെട്ടെന്ന് ഹബീബിലേക്ക് അടുക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ഏറ്റവും നല്ല പ്രതിഫലാർഹമായ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നത് അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കൽ കൊണ്ട് മാത്രമാണ്. നബി തങ്ങളെ സ്നേഹിക്കുക എന്നത് ഏറ്റവും വലിയൊരു അമലാണ്, വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ്. അവിടുത്തെ മദ്ഹ് പാടലും വലിയ അമലാണ്. നോക്ക് നിങ്ങൾ, പൂർവീകരായ ഇമാമുകളെല്ലാവരും അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഏറ്റവും ഉന്നതമായ പദവിയിൽ അവർ എത്തിയിട്ടുള്ളത്. എന്തിനേറെ പറയണം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ സമയത്തും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഴുവൻ സമയത്തും തങ്ങളുടെ നിഴലായി കൂടെ നിന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങൾക്ക് ശേഷം വരുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള കോടാനുകോടി മുഅ്മിനീങ്ങളെക്കാളും ഏറ്റവും വലിയ കട്ടിയുള്ള ഈമാനിന്റെ ഉടമയായി മാറിയത് സുബ്ഹാനല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ തൊട്ട് പിറകെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതേ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാവരും ഉണ്ടല്ലോ. പക്ഷെ എല്ലാരെക്കാളും വലിയ ഈമാനിന്റെ ഉടമ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത് എന്തുകൊണ്ടാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലായി, അവിടുത്തെ ചര്യയിലായി അത് മുറുകെ പിടിച്ച് അങ്ങേ അറ്റം ഹബീബിനെ അങ്ങ് സ്നേഹിച്ചപ്പോ ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമയായി മാറുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ തൊട്ടുപിറകെയുള്ളത്. എന്തുകൊണ്ടാ ഏറ്റവും വലിയ പദവിയിലെത്തിയത്? മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും തുടങ്ങി എല്ലാവരും ഏറ്റവും വലിയ പദവിയിലെത്തിയത് ബിഹബ്ബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. ശേഷം വരുന്ന എല്ലാ ഔലിയാക്കളും സ്വാലിഹീങ്ങളും അവരൊക്കെ ഏറ്റവും വലിയ പദവിയിലെത്തിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചത് കൊണ്ടാണ്. പക്ഷേ അവിടെയൊക്കെയും പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് വെറും ഒരു സ്നേഹമല്ല. അവിടുന്ന് കാണിച്ചു തന്ന, അവിടുന്ന് ജീവിച്ചു കാണിച്ചു തന്ന ആ ഒരു മാതൃക മുറുകെ പിടിച്ചിട്ടാണ് അവരെല്ലാം സ്നേഹിച്ച് ഉന്നതമായ പദവിയിലെത്തിയത്. നമ്മളോ ആ മാതൃക മുറുകെ പിടിക്കുന്നിടത്ത് പിന്നിലാണ്, മറ്റു ചില സ്നേഹപ്രകടനങ്ങളിൽ മുന്നിലുമാണ്. അല്ലാഹു തആല എല്ലാ വിഷയങ്ങളിലും നമ്മുടെ മുന്നിലെത്തിക്കട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് വിഷയങ്ങൾ സുബ്ഹാനല്ലാഹ്. ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചാൽ എന്താ നമുക്കതുകൊണ്ട് ലഭിക്കുന്നത്? ആ ഘോഷയാത്രയിൽ പങ്കെടുത്താൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇന്ന് എത്ര ദൂരമാണ് ആ ഘോഷയാത്ര നമ്മൾ നടന്നു വന്നത്. അണിയണിയായി മുത്തുനബിയെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നടക്കുമ്പോൾ അതിൽ മൗലിദുകളും സ്വലാത്തുകളും ചൊല്ലി നടക്കുന്നവരുണ്ട്, മുത്തുനബിയുടെ മദ്ഹുകൾ കേട്ട് നടക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അതെല്ലാം നമ്മൾ ആ ചെയ്തത് മുഴുവനും നാളെ ഖബറിലെത്തുമ്പോ മഹ്ശറിലെത്തുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബിയെ അങ്ങയുടെ സ്നേഹപ്രകടനത്തിലായി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നബിയെ. ഞങ്ങൾ സ്നേഹ സന്ദേശ റാലി നടത്തിയിട്ടുണ്ട്. എൻ്റെ പ്രായം മറന്നുകൊണ്ട് ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞ് നമുക്ക് അവിടുത്തെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇവിടെ നടത്തുന്ന ഓരോ വർഷവും നടത്തി വരുന്ന ഈ നബി സ്നേഹ പരിപാടികൾ, ഓ പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒരു ഫോർമാലിറ്റീസിനുള്ളതല്ല, ഇതൊരു പൊങ്ങച്ചത്തിനുള്ളതല്ല. ഇതെല്ലാം നമ്മൾ അവസാനം റൂഹ് പിടിക്കുന്ന സമയത്ത് അതേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കണം. അവിടുത്തെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് നമുക്ക് മരിക്കണം. നാളെ ഖബറിൽ ചെന്നിട്ട് ഹബീബായ നബി തങ്ങളെ കാണിച്ചു തന്നുകൊണ്ട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ ഇത് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയണം. അതിനൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു സബബായി മാറട്ടെ. നമ്മളൊക്കെ ഏറെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ബദർ സാദാത്ത് ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളും സഹോദരിമാരൊക്കെ സദസ്സിൽ അച്ചടക്കത്തോടെ അടങ്ങിയിരിക്കുക. തങ്ങളുപ്പാപ്പ വന്നാൽ ഞാൻ വേഗം സ്റ്റേജ് കൈമാറും. തങ്ങളുപ്പാപ്പ നമുക്ക് വേണ്ടി പ്രത്യേകമായ നസീഹത്തുകളും ദുആകളും എല്ലാം നമുക്ക് നിർവഹിച്ച് ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷത്തോടെ ആത്മീയമായി സായുജ്യമടഞ്ഞ് നമുക്ക് മടങ്ങണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ ഖാദി ഹർസാ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ?
നമുക്ക് നാളെ രക്ഷപ്പെടാനാണ്. ഒരാളുടെ മുമ്പിലും അഭിമാനം പറയാനല്ല. ഈ ചെലവഴിക്കുന്നതും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതും എല്ലാം നമുക്ക് നാളെ രക്ഷപ്പെടാനുള്ള ഒരു വലിയ അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആര് നമ്മളെ കൈവെടിഞ്ഞാലും, നമ്മളെ ആരും നോക്കാനില്ലാത്ത സമയം വരുമ്പോൾ, സ്വന്തം ഉമ്മ നമ്മളെ കൈവെടിയുന്ന സമയത്ത്, സ്വന്തം ഉപ്പ മക്കളെ കൈവെടിയുന്ന സമയത്ത്, സ്വന്തം മക്കള് ഉപ്പാനെയും ഉമ്മാനെയും കാണണ്ടാത്തൊരു സമയത്ത്, അതേ ആരും ആരെയും കാണാത്തൊരു സമയത്ത്, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഭയാനകമായ മഹ്ശറയിൽ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ, അവിടെ നമ്മളെ കൈപിടിക്കാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണം. അതിനാ നമ്മൾ ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. അങ്ങനെ മുത്തുനബിയുമായുള്ള അവിടത്തോടുള്ള മഹബത്തിന്റെ പ്രകടനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പലതും ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. അതിൽ ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. അത് പറയുമ്പോഴേക്കും തങ്ങളുപ്പാപ്പയും സദസ്സിലെത്തും. അത് മറ്റൊന്നുമല്ല, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കല്, അതൊരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്. അതേ മുത്തുനബിന്റെ പേര് എവിടെന്ന് കേട്ടാലും, ഏത് ഉറക്കത്തിൽ കേട്ടാലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ആ ഒരു വല്ലാത്ത മഹബത്തുണ്ടല്ലോ, സ്വലാത്ത് ചൊല്ലുന്നൊരു വല്ലാത്ത ഇഷ്കുണ്ടല്ലോ, സ്വലാത്ത് പതിവാക്കുന്നൊരു ജീവിതമുണ്ടല്ലോ, അവർ പരാജയപ്പെടൂല. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, നമുക്കൊക്കെ ഒരു വല്ലാത്ത വിഷമമുണ്ട്. എന്താ വിഷമം? സുബ്ഹാനല്ലാഹ്, ഉസ്താദേ, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ ചിന്ത നിസ്കാരത്തിലേക്ക് വരുന്നില്ല. എൻ്റെ ചിന്ത പല ഭാഗത്തേക്കും ഇങ്ങനെ ഛിന്ന ഭിന്നമായി പോവുകയാണ്. അതൊരു പരാതിയാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കുള്ളൊരു വിഷമമാണ്. അതേ, ഞാനൊരു കാര്യം ഇഖ്ലാസോടെ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ എൻ്റെ ചിന്ത ഇങ്ങനെ ഛിന്ന ഭിന്നമായി പല ഭാഗത്തേക്കും പോവാണ്. അതിനൊന്നും സാധിക്കുന്നില്ല. അതേ, ആത്മാർത്ഥമായി വലിയ വലിയ ഉസ്താദുമാര്, അതേ സാദാത്തുക്കള്, മഹത്തുക്കള്, സൂഫിയാക്കളൊക്കെ ഇങ്ങനെ ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോ, അവരിങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ എൻ്റെ ഖൽബിലേക്ക് അതൊന്നും കയറുന്നില്ല. എൻ്റെ ഖൽബൊന്നും പൊട്ടിപ്പോകുന്നില്ല. എൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി പോലും കണ്ണീരൊലിക്കുന്നില്ല. നമുക്കൊക്കെയുള്ള പരാതിയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? വളരെ വിശാലമായ വിഷയമാണ്. നമ്മുടെ ഖസ്വത്തുൽ ഖൽബ് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അതികാഠിന്യം കൊണ്ടാണ്. ഒരുപാട് തെറ്റുകൾ കുമിഞ്ഞുകൂടിയിട്ട്, ഒരുപാട് പാപങ്ങൾ അടിഞ്ഞുകൂടിയിട്ട്, ധാരാളം ചെറുദോഷങ്ങൾ ചെയ്തിട്ട്, അതെ, അതിനിടയിൽ വലിയ വലിയ പാപങ്ങളും ചെയ്തിട്ട് നമ്മുടെ ഖൽബ് കറുത്തുപോയി. സുബ്ഹാനല്ലാഹ്, എൻ്റെ ഹൃദയമെങ്ങാൻ ഇവിടെ തുറന്നു വെച്ചാൽ, അതേ, നമ്മളിൽ പലരുടെയും ഹൃദയം ഒരു പാത്രത്തിൽ ഇങ്ങ് പുറത്ത് വെച്ചാൽ അതിൻ്റെ ദുർഗന്ധം എത്രയുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് ഞാൻ പറയാൻ കാരണം? ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്, ആരെയും വേദനിപ്പിക്കാനല്ല. എന്തേ നമുക്ക് ദുആ ചെയ്യുമ്പോൾ കണ്ണീരൊലിക്കുന്നില്ല? സുബ്ഹാനല്ലാഹ്, ഉസ്താദുമാരിങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദുആരക്കാണ്, നമ്മളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കളിക്കാണ്. ഒരുപാട് പറയാനുണ്ട്. മുത്തുനബി തങ്ങളെ മൗലിദോദാണ്, സദസ്സിലിരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാണ്. അത് മഹാന്മാരുടെ മാതൃകയല്ല, അതേ സ്വാലിഹീങ്ങളുടെ ചര്യയല്ല. എത്രത്തോളം അറിയുമോ? അവിടുത്തെ മദ്ഹ് പാടുന്ന മജ്ലിസിൽ മുത്തുനബി തങ്ങൾ ഹാളിറാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരിക്കല് മഹാനായ മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു മൗലിദിന്റെ സദസ്സിൽ ഇങ്ങനെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഹാനവറുകൾ അങ്ങ് എണീറ്റ് നിൽക്കുകയാണ്. മഹാനവറുകൾ എണീറ്റ് നിന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല.
പിന്നീട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞതെന്താ? ആ സദസ്സിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാളിറായി പോയി. മൗലിദിന്റെ സദസ്സ് സാധാരണ സദസ്സല്ല. മങ്കൂസ് മൗലിദ് തുടക്കം മുതൽ അവസാനം വരെ അർത്ഥം ചിന്തിച്ച് ചൊല്ലുന്നവർക്ക് കരയാതെ അത് പൂർത്തിയാക്കാൻ കഴിയൂല. അത്രയും മഹത്വമുള്ള മൗലിദല്ലേ മങ്കൂസ് മൗലിദ് അടക്കമുള്ള ഓരോ മൗലിദുകളും. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കങ്ങോട്ടൊന്നും പലപ്പോഴും ശ്രദ്ധ പോകുന്നില്ല. അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ശരി, മൗലിദിന്റെ സദസ്സിൽ ആത്മാർത്ഥമായി ഭക്തി നിർഭലമായി നമ്മൾ ഇരുന്നാൽ ആ സദസ്സിൽ റഹ്മത്തിന്റെ മലായികത്തുകൾ ഇറങ്ങുമെന്നുറപ്പല്ലേ? അതേ, അവിടെ മഹാന്മാരുടെ അർവാഹകൾ വരുമെന്നുറപ്പല്ലേ? അതുകൊണ്ട് നമ്മുടെ ഈ ഖസ്വത്തുൽ ഖൽബ് കൊണ്ട്, ഹൃദയത്തിന്റെ കാഠിന്യം കൊണ്ട് പലപ്പോഴും നമുക്കൊന്നിനും കഴിയുന്നില്ല. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനുള്ള മാർഗം എന്താണ്? അതേ, അദിമിസ് സ്വലാത്ത് അലൽ ഹബീബ്, ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ പതിവാക്കലാണ്. സ്വലാത്ത് പതിവാക്കുന്നവർക്ക് എന്താ പ്രത്യേകത എന്നറിയുമോ? അവരിങ്ങനെ ഓരോ ദിവസവും സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയാൽ, ഒരു ഉദാഹരണം പറയട്ടെ. ഈ സദസ്സിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിവസവും സ്വലാത്ത് ചൊല്ലുന്നവർ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. തീരെ സ്വലാത്ത് അല്ലാത്ത ഉമ്മമാരുണ്ടോ? സഹോദരിമാരുണ്ടോ? ചെറുപ്പക്കാരുണ്ടോ? ഈ ഇത്രയും ദിവസമായ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചൊരുമിച്ച് കൂടിയ മജ്ലിസിൽ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോടൊരു വസിയ്യത്ത് ചെയ്യട്ടെ. ഇത് നിങ്ങൾ ഏറ്റെടുത്താൽ അടുത്ത വർഷം ഈ മദ്ഹിന്റെ മജ്ലിസ് നടത്തുമ്പോഴേക്കും നിങ്ങളെ ഖൽബിന് ഒരുപാട് മാറ്റം വരും. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കാൻ ഒരു സംശയവും വേണ്ട. മുത്തുനബി തങ്ങളിലേക്ക് അടുക്കാൻ ഒരു സംശയവും വേണ്ട. ഈ സ്വലാത്ത് കൊണ്ട് നമ്മളെ അവിടത്തേക്ക് അല്ലാഹു തആല അടുപ്പിച്ചു തരും. അതേ, തീരെ സ്വലാത്ത് ചൊല്ലാത്ത ആളുകൾ ഇന്ന് മുതൽ ഒരു 100 സ്വലാത്തെങ്കിലും പതിവാക്കിയാൽ നമ്മുടെ ഈ പരിപാടി വിജയിച്ചു പോയി. അതല്ല, എല്ലാം കഴിഞ്ഞ് എല്ലാം പന്തലുകളൊക്കെ അഴിച്ച് സെറ്റുമൈക്കൊക്കെ എടുത്ത് വെച്ച് പരിപാടി വമ്പം പരിപാടിയായി എന്നും പറഞ്ഞ് നമ്മൾ പിരിഞ്ഞാൽ അല്ലാഹ് കബൂലാക്കട്ടെ, അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്കൊരു മാറ്റം വരാനാണ് ഞാൻ ഈ പറയുന്നത്. ജീവിതത്തിലൊരു മാറ്റം വരാനാണ്. സ്വലാത്ത് പതിവാക്കണം ചെറുപ്പക്കാരെ. അതുകൊണ്ട് എന്താ നേടുക? ഒന്നാമത് നമുക്ക് ആഖിറം രക്ഷപ്പെടലാണ്, ഒരു സംശയവും വേണ്ട. സ്വലാത്ത് കൊണ്ട് ആഖിറം രക്ഷപ്പെട്ട എത്ര ചരിത്രങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആഖിറം രക്ഷപ്പെടും. അതേ, ആരാരുമില്ലാത്ത കൂരിരുട്ടുള്ള ഖബറിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോ, ആ ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണിച്ചുകൊണ്ട് ചോദിക്കും, ഇതാരാണെന്നറിയുമോ? മുത്തുനബിയെ കാണിച്ചു തന്നുകൊണ്ട് ചോദിക്കും, ഈ ആളെ പരിചയമുണ്ടോ എന്ന്. ആ സമയത്ത് ഇതെന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മറുപടി പറയണം. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത ആ സമയത്ത് നമ്മൾ ഇത്രകാലം മൗലിദുകൾ സംഘടിപ്പിച്ചതും ഇത്രകാലം മദ്ഹ് പാടിയതും പറഞ്ഞതും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചതുമായ നമ്മളെ എല്ലാമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തരുമ്പോൾ ഒരു പക്ഷേ ദുനിയാവിൽ നമ്മൾ തങ്ങളെ കണ്ടിട്ടില്ല, തങ്ങളെ നമ്മൾ നേരിട്ടൊരിക്കലും കണ്ടിട്ടില്ല. കാരണം നമ്മൾ സ്വഹാബാക്കളല്ലല്ലോ, 1500 കൊല്ലം പിന്നിട്ടിട്ടുള്ള ആളുകളാ നമ്മളൊക്കെ. വളരെ പാപികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയവരാണ്. സാഹചര്യങ്ങൾ മുഴുവനും മലീമസമാണ്. സംസാരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ഗീബത്തും നമീമത്തുമാണ്. കാണുന്നതിൽ കൂടുതലും ഹറാമുകളാണ്. അതേ, കേൾക്കുന്നതിൽ പലതും പാടില്ലാത്തതാണ്. ചെയ്യുന്നത് പലതും അരുതായ്മകളാണ്. എന്തു ചെയ്യാനാണ്? ഓ പ്രിയപ്പെട്ടവരെ, നാളെ ഖബറിലെത്തുന്ന സമയത്ത് ഈ ആളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹബീബിനെ കണ്ടിട്ടില്ലാത്ത നമ്മൾ എങ്ങനെ മറുപടി പറയാനാണ്? വിഷമിക്കേണ്ടതില്ല, അവിടെ മറുപടി പറയാൻ അവസരമുണ്ട്. സ്വലാത്ത് പതിവാക്കിയിട്ടുണ്ടോ? സ്വലാത്ത് ധാരാളം ചൊല്ലിയവരാണോ? അവിടെ വെച്ച് ഇതെന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയാനുള്ള അവസരം
അള്ളാഹു നൽകും. അങ്ങനെ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആ മറുപടി പറഞ്ഞാൽ എന്താ ഗുണം? നൗമത്തിൽ അറൂസ്, ഏറ്റവും വലിയ സന്തോഷത്തോടെ, വലിയ റാഹത്തോടെ, ഒരു ടെൻഷനുമില്ലാതെ അവിടെ കിടക്കാനുള്ള അവസരമാണ്. സ്വർഗം കണ്ട് കിടക്കാം, സന്തോഷത്തോടെ കിടക്കാം. എന്താ വേണ്ടത്? ഇതെൻ്റെ ഹബീബാണെന്നും മറുപടി പറയാൻ കഴിയണം. അതിന് ചെറിയ പണിയൊന്നും പോരാ, ചെറിയ മനക്കെടൊന്നും പോരാ. അതൊരു സാധാരണ മറുപടിയല്ല. ഒന്നെന്താ വേണ്ടത്? ആദ്യം ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. അവിടുത്തെ മാതൃക പിൻപറ്റി ജീവിക്കാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. അതേ ഹറാമുകൾ പരമാവധി വെടിഞ്ഞിട്ട് മാറി നിൽക്കുക. സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ കടങ്ങൾ വീടും മുഅ്മിനീങ്ങളെ. എത്ര വലിയ ലക്ഷങ്ങളാണെങ്കിലും കോടികളാണെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബിനെ ശരിക്ക് സ്നേഹിച്ചിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടോ, കടം വീടാനുള്ള വഴി മുത്തുനബി തങ്ങൾ നമുക്ക് തുറന്നു തരും. എത്ര ഉദാഹരണങ്ങൾ ഈ സദസ്സിൽ നിന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഒരു ചരിത്രം പറഞ്ഞാൽ സമയം അങ്ങ് നീണ്ടുപോകും. എത്രയെത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ മദ്ഹുകൾ നേർച്ചയാക്കിയാൽ കടങ്ങൾ വീടുകയാണ്. അതേ, കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളാണ് ഉസ്താദേ. എന്തെല്ലാം പ്രയാസങ്ങളാണ് കുടുംബത്തിൽ. ഒരു നിലക്കും സമാധാനമില്ല ജീവിതത്തിന്. ഞാൻ പറയട്ടെ, ഒന്ന്, ആ വീട്ടിൽ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്ന വീടാണെങ്കിൽ. രണ്ട്, നിസ്കാരം ഖളാ ആകാത്ത വീടാകണോ. അതോടൊപ്പം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണെങ്കിൽ ആ വീട്ടിൽ വലിയ റാഹത്തും സന്തോഷവും ഉണ്ടാകും. എത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അവരുടെ നാവിന് അഥറുണ്ടാകും. അവരെ നാവ് കൊണ്ടൊരു എന്ത് ചൊല്ലിയിട്ട് മന്ത്രിച്ചാലും ഫലം ലഭിക്കും. ഉമ്മമാരെ, പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കളൊക്കെ പൊട്ടിക്കരയുമ്പോൾ രാത്രികളിൽ പെട്ടെന്ന് പാതിരാവിൽ ഞെട്ടിയുണർന്ന് പൊട്ടിക്കരയാണ്. തങ്ങൾ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. പുറത്തുള്ള ആളുകൾ ഈ പുറത്ത് നിൽക്കുക എന്നുള്ളത് സദസ്സിൻ്റെ ഒരു ഭംഗിയാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മാഷാ അല്ലാഹ് റോട്ടിലൊക്കെ നിറച്ച ആളുകളുണ്ട് എന്ന് കാണുന്നതൊരു സന്തോഷമാണെങ്കിലും ആരും വിഷമിക്കരുത്. ഈ സദസ്സ് നമുക്ക് ഖായിബാകൂല. തങ്ങൾ പാപ്പ നമുക്ക് ദുആ ചെയ്യുമ്പോൾ മുന്നിലിരുന്നിട്ട് തങ്ങളെ നമുക്ക് കാണണം. എല്ലാവരും ആ പുറത്തുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് കടന്നു വരണമെന്ന് വളരെ വിനയത്തോടെ ഉണർത്തുകയാണ്. നിങ്ങളൊക്കെ വൈകുന്നേരത്തെ റാലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു സന്തോഷം ഞാൻ പറയട്ടെ, നമ്മളെ ഇരിക്കുന്നത് മുഴുവനവും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പച്ചക്കുബ്ബയിൽ കടന്നുകൊണ്ട് കാണുന്നുണ്ട്. ഈ സദസ്സിൽ ഓരോരുത്തരും ഇരിക്കുന്നത്, ഓരോരുത്തരുടെയും ഖൽബിൻ്റെ വേദനകൾ, ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ, അതെല്ലാം കാണാനുള്ള കഴിവ് അല്ലാഹ് അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് സ്വലാത്ത് കൊണ്ട് നമ്മുടെ നാവിന് വലിയ അഥറുണ്ടാകും. സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്ന ഉമ്മമാരുണ്ട്. നല്ല രൂപത്തിൽ ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും സ്വലാത്ത് അധികരിപ്പിക്കുകയും ചെയ്യുന്ന ഉമ്മമാരുണ്ട്. അങ്ങനത്തെ ഉമ്മമാർ ദ്വാരനാൽ ഉത്തരം കിട്ടും. അങ്ങനത്തെ ചെറുപ്പക്കാരികളുണ്ട്. എത്ര ആളുകളുണ്ട് സ്വലാത്തുകൾ. ഞാൻ അറിയുന്ന എത്ര ആളുകളുണ്ട് ദിവസം ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്. ഫോണിലൂടെ ചില സാഹചര്യത്തിൽ പറയേണ്ടി വന്നവരുണ്ട്. ആയിരക്കണക്കിന് സ്വലാത്തുകൾ ദിവസവും ചൊല്ലുന്നവരുണ്ട്. അതൊരു അസംഭവ്യമായ കാര്യവുമല്ല. എൻ്റെ ചെറുപ്പക്കാരെ, ഈ ഇന്നത്തെ ഈ പരിപാടിക്ക്, കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എല്ലാ പരിപാടികൾക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണമായ യുവാക്കളെ, നിങ്ങളൊന്ന് ഏറ്റെടുക്കണേ. മുഴുസമയത്തും നമ്മൾ എവിടേക്ക് എന്ത് ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും എന്തു പണികളിലാണെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് കാണിച്ചു തരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
എന്തൊരു രസമായിരിക്കും. ധാരാളം സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്, ആയിരക്കണക്കിന് സ്വലാത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, ഈ റബീഉൽ അവ്വൽ മാസം വന്നപ്പോ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി എത്ര ഉമ്മമാരുണ്ട്, എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. അതാരും അറിയുന്നില്ല. കാരണം അതൊക്കെയും അറിയാൻ അവർ ആഗ്രഹിക്കുന്നത്, അതെല്ലാം സമർപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ്. മറ്റൊരാളും കാണണമെന്ന് അവർക്ക് ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് പലതും നേടിയവരുണ്ട്. മഹാനായ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന വളരെ ഫലവത്തായ ഒരു സ്വലാത്താണ്, ഒരാഴ്ച കൊണ്ട് ചൊല്ലി തീർക്കുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് ഉണ്ടാക്കിയ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു വഴിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വുളൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിണർ കണ്ടു. ആ കിണറിന്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ വെള്ളം കോരാൻ ബക്കറ്റോ കയറോ ഒന്നും അവിടെ ഇല്ല. സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു നിസ്സാരക്കാരനല്ല, വലിയ മഹാനാണ്. പക്ഷേ ചില സാഹചര്യങ്ങളും ചില സംഭവങ്ങളും ചില മാറ്റങ്ങൾക്ക് കാരണമാവുകയാണെന്ന് മാത്രം. അങ്ങനെ മഹാനവറുകൾ ഒളു എടുക്കാൻ വേണ്ടി കയറും തൊട്ടിയും നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ബക്കറ്റ് കാണുന്നില്ല. ആ സമയത്ത് തൊട്ടപ്പുറത്ത് നിന്നൊരു ചെറിയ പെൺകുട്ടി ഇങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് വുളൂ എടുക്കാൻ വെള്ളം വേണം, പക്ഷേ വെള്ളം കോരാൻ ഇവിടെ സംവിധാനങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ആ പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ്? അപ്പൊ ഞാനിങ്ങനെ സുലൈമാൻ ജസൂലി എന്ന് പറയുന്നയാളാണ്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, അതെ, നിങ്ങൾ നമ്മൾ അറിയപ്പെട്ട ആളാണല്ലോ, എല്ലാവരുടെയും ഇടയിൽ അറിയപ്പെട്ട വലിയൊരു മഹാനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഒരു കാര്യം ചെയ്യുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരികളെ, ഉമ്മമാരെ, സ്വലാത്ത് കൊണ്ട് എന്തും നേടാമെന്നാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ പെൺകുട്ടി കിണറ്റിലേക്ക് നോക്കിയിട്ട്, അതേ, ആ കിണറ്റിലേക്ക് അതിൻ്റെ ഉമിനീരിൽ നിന്നും ഒരൽപ്പം ആ കിണറ്റിലേക്ക് അങ്ങ് തുപ്പിക്കളയുകയാണ്, അതല്ലെങ്കിൽ ആ കിണറ്റിലാക്കുകയാണ്. കാരണം ആ ഉമിനീരിനൊരു വലിയ പവറുള്ള ഉമിനീരാണ്. എന്താണെന്നറിയുമോ? ആ കുട്ടി ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന കുട്ടിയാണ്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി 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 ആ കുട്ടിയുടെ വാക്കുകൾക്കും നാവിനും വാക്കുകൾക്കും ദുആകൾക്കൊക്കെ വലിയ പവറുള്ള കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടിയുടെ ഉമിനീര് കിണറ്റിലെത്തുമ്പോഴേക്ക് അതാ വെള്ളം മുകളിലേക്ക് പൊങ്ങി വരുന്നു. അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു വെള്ളം ആവശ്യത്തിന് ഉപയോഗിച്ചു. എന്നിട്ട് ചോദിച്ചു, മോളെ, എന്തേ ഇത്ര വലിയൊരു സ്ഥാനം നിനക്ക് കിട്ടാൻ കാരണം? അപ്പൊ ആ പെൺകുട്ടി പറയാണ്, ഞാൻ മുത്തനബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നവളാണ്. എത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ആ സ്വലാത്ത് കൊണ്ടാണ് ഈ ഒരു വലിയ പദവി എത്തിയതെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ വെച്ച് തീരുമാനിച്ചെങ്കിൽ എൻ്റെ ഹബീബിൻ്റെ പേരിൽ ഒരു നല്ല സ്വലാത്ത്, ഒരു വലിയ സ്വലാത്തിൻ്റെ സമാഹാരം ഞാനും തയ്യാറാക്കും എന്ന് അവിടെ നിന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് എഴുതിയതാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വലിയ പദവി കൊടുക്കുമല്ലോ.